ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിൽ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലുള്ള ലാസ്റ്റ് ടോപ്പിക്കായ ലോസ് ഓഫ് സെറ്റ് ആണ്. ലോസ് ഓഫ് സെറ്റ് പഠിക്കാൻ എന്താ ചെയ്യുന്നത്? n ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പം മൂന്നെണ്ണം വരുവാണെങ്കിൽ എയും ബിയും സിയും വരുവാണെങ്കിൽ ഇപ്പം n ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി പ്ലസ് n ഓഫ് സി മൈനസ് n ഓഫ് എ യൂണിയൻ ബി മൈനസ് n ഓഫ് എ യൂണിയൻ സി മൈനസ് n ഓഫ് ബി യൂണിയൻ സി പ്ലസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. n ഓഫ് എ എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ. n ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ. എയ്ക്കകത്തുള്ള എലമെൻസിൻ്റെ നമ്പറിനെയാണ് നമ്മൾ n ഓഫ് എ എന്ന് പറയുന്നത്. n ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ. n ഓഫ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് ബി. n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ n ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ മതി. ഇനിയിപ്പോൾ മൂന്നെണ്ണം വരുവാണെങ്കിൽ ഇപ്പം n ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ n ഓഫ് എ പ്ലസ് n ഓഫ് ബി പ്ലസ് n ഓഫ് സി മൂന്നെണ്ണത്തിൻ്റെ നമ്പർ, മൂന്ന് സെറ്റിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുക. രണ്ട് സെറ്റ് വീതമുള്ളതിൻ്റെ യൂണിയൻ സബ്ട്രാക്ട് ചെയ്യുക. മൂന്നെണ്ണത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ ആഡ് ചെയ്യുക, ഇൻ്റർസെക്ഷൻ്റെ നമ്പർ ആഡ് ചെയ്യുക. നമുക്ക് ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. A committee of 60 people speak English, 30 speak Hindi and 15 speak both English and Hindi. Then how many speak at least one of these two language? ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഒരു കമ്മിറ്റിയിലെ 60 പീപ്പിൾസ് ഇംഗ്ലീഷ് സംസാരിക്കുമെന്നും 30 പീപ്പിൾസ് ഹിന്ദി സംസാരിക്കുമെന്നും രണ്ടും സംസാരിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നവരുടെ എണ്ണം 15 തന്നിട്ടുണ്ട്. അതായത് ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണവും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണവും തന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നവരുടെ എണ്ണവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജ്? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് സംസാരിക്കുന്നവരുടെയും ഹിന്ദി സംസാരിക്കുന്നവരുടെയും യൂണിയനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണവും തന്നിട്ടുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണം എത്ര? 60 എണ്ണം. ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം 30 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. അപ്പം n ഓഫ് ഇ എന്ന് പറയുന്നത് 60 ആണ്. ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റിനെ നമുക്ക് h എന്ന് പേര് കൊടുക്കാം. അപ്പം എന്താണ്? n ഓഫ് h എന്ന് പറയുന്നത് 30 ആണ്. ഇനി എന്നെ തന്നിരിക്കുന്ന രണ്ടും സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നവരുടെ എണ്ണം തന്നിട്ടുണ്ട്, രണ്ടും സംസാരിക്കുന്നവരുടെ എണ്ണം തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട്. ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? n ഓഫ് ഇ ഇൻ്റർസെക്ഷൻ h തന്നിട്ടുണ്ട് 15. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ്? അറ്റ്ലീസ്റ്റ് വൺ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നത്, കുറഞ്ഞത് ഒരു ലാംഗ്വേജ് എങ്കിലും സ്പീക്ക് ചെയ്യുന്നവരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് n ഓഫ് ഇ യൂണിയൻ h ആണ് ക്വസ്റ്റ്യൻ. n ഓഫ് ഇ യൂണിയൻ h ആണ് ക്വസ്റ്റ്യൻ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി പഠിച്ചു. യൂണിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെ ഇ യൂണിയൻ h. അപ്പോൾ എന്ത് വരും? n ഓഫ് ഇ പ്ലസ് n ഓഫ് h മൈനസ് n ഓഫ് ഇ ഇൻ്റർസെക്ഷൻ h. n ഓഫ് ഇ പ്ലസ് n ഓഫ് h മൈനസ് n ഓഫ് ഇ ഇൻ്റർസെക്ഷൻ h. n ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 60 പ്ലസ് n ഓഫ് h എന്ന് പറയുന്നത് എത്രയാണ്? 30 മൈനസ് n ഓഫ് ഇ ഇൻ്റർസെക്ഷൻ h എന്ന് പറയുന്നത് 50. പിന്നെ ആൻസർ എത്ര വരും? 75. അപ്പം n ഓഫ് ഇ യൂണിയൻ h എന്ന് പറയുന്നത് 75. അതായത് 75 പീപ്പിൾ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ് ആണ്.
75 പേരാണ് ഇംഗ്ലീഷും ഹിന്ദിയോ അതിൽ കുറഞ്ഞത് ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്. The question: out of 25 members in an office, 17 like to take tea, 16 like to take coffee. Assume that each takes at least one of two drinks. How many like both coffee and tea, only tea and not coffee? എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 25 പീപ്പിൾസ് ഉള്ള ഒരു ഓഫീസിൽ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അതിൽ 17 ലൈക്ക് ടു ടേക്ക് ടീ, 17 പേർക്ക് ടീ ഇഷ്ടമാണ്. അപ്പൊ ടീ ഇഷ്ടമുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. അടുത്ത് എന്താണ് തന്നിരിക്കുന്നത്? 16 പീപ്പിൾ ലൈക്ക് കോഫി. അപ്പൊ 16 പീപ്പിൾ ലൈക്ക് കോഫി. അപ്പൊ എൻ ഓഫ് കോഫി എന്ന് പറയുന്നത് 16. നമുക്ക് ടീ ലൈക്ക് ആയിട്ടുള്ളവരുടെ സെറ്റിനെ എൻ ടി എന്ന് വിളിക്കാം. അപ്പൊ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 17 എന്ന് വരും. കോഫി ലൈക്ക് ആയിട്ടുള്ള സെറ്റിനെ സി എന്ന് വിളിക്കാം. അപ്പൊ എൻ ഓഫ് സി ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. ദെൻ ഓഫീസിൽ ഉള്ളവരുടെ ടോട്ടൽ എണ്ണവും തന്നിട്ടുണ്ട്, അതായത് യൂണിയനും തന്നിട്ടുണ്ട്. അപ്പൊ എന്നാ എൻ ഓഫ് ടി യൂണിയൻ സി എന്ന് പറയുന്നത് 25 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഫിയും ടീയും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? അപ്പൊ എന്താണ് കണ്ടുപിടിക്കുന്നത്? എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്നാ? എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമുക്ക് അതിങ്ങനെ എഴുതാലോ. എന്താണ്? എൻ ഓഫ് T union C is equal to n of T plus n of C minus n of T intersection C. ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കുന്നത്? ടി ഇന്റർസെക്ഷൻ സി ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാവുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എൻ ഓഫ് ടി യൂണിയൻ സി എന്ന് പറയുന്നത് 25 ആണ്, ഈക്വൽ ടു എൻ ഓഫ് ടി എന്ന് പറയുന്നത് 17 ആണ്, പ്ലസ് എൻ ഓഫ് സി എന്ന് പറയുന്നത് 16 ആണ്, മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. എന്ത് വരും? എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 17 പ്ലസ് 16 മൈനസ് 25 is equal to 17 plus 16 33 minus 25 8. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾസ് ഹു ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് പറയുന്നത് 8 ആയിരിക്കും. നമ്പർ ഓഫ് പീപ്പിൾസ് ഹു ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇനി അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? ഒൺലി ടീ ആൻഡ് നോട്ട് കോഫി. ടീ ഇഷ്ടമാണ് പക്ഷെ കോഫി ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുടെ, അതായത് ഒൺലി ടീ ആൻഡ് നോട്ട് കോഫി, ടീ ഇഷ്ടമാണ് പക്ഷെ കോഫി ഇഷ്ടമില്ല, അങ്ങനെയുള്ളവരുടെ യൂണിയൻ ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? എൻ ഓഫ് ടി യൂണിയൻ നോട്ട് സി എന്ന് പറയുമ്പോൾ സി കോംപ്ലിമെന്റ് വരും, നോട്ട് സി എന്ന് പറയുമ്പോൾ സി കോംപ്ലിമെന്റ് വരും. അപ്പോൾ എൻ ഓഫ് ടി യൂണിയൻ സി കോംപ്ലിമെന്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടി ലൈക്കായിട്ടുള്ളവരിൽ നിന്ന് ഇന്റർസെക്ഷൻ കുറച്ചാൽ പോരെ? ടി ലൈക്കായിട്ടുള്ളവരിൽ നിന്ന് രണ്ടും ഇഷ്ടമുള്ളവരുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ എന്താണ്? എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. അപ്പോൾ എൻ ഓഫ് ടി എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്, മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി നമ്മൾ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചത് എത്രയാണ്? 8. അപ്പോൾ 17 മൈനസ് 8 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 9 വരും. എന്താണ് കിട്ടിയത്? നമ്പർ ഓഫ് പീപ്പിൾസ് ഹു ഓൺലി ലൈക്ക് ടീ ആൻഡ് നോട്ട് കോഫി എന്ന് പറയുന്നത് 9 കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു 17 ആൻഡ് എൻ ഓഫ് വൈ ഈക്വൽ ടു 23 ആൻഡ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 38, then find x intersection y. If x and y are two sets such that n of x equal to 17, n of y equal to 23, n of x union y equal to 38, find n of x intersection y. തന്നിരിക്കുന്നത് n of x equal to 17 എന്നും n of y equal to 23 എന്നും n of x union y equal to
38 എന്നും കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n of x intersection y ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ n of a union b is equal to n of a plus n of b minus n of a intersection b. അപ്പോൾ അതിവിടെ എങ്ങനെ എഴുതാം? n of x union y equal to n of x plus n of y minus n of x intersection y. ഇതിൽ n of x union y അറിയാം എത്രയാണ്? 38 equal to n of x എത്രയാണ്? 17 plus n of y 23 minus n of x intersection y അറിയത്തില്ല, അപ്പോൾ അതങ്ങനെ തന്നെ ഇടാം. n of x intersection y കണ്ടുപിടിക്കേണ്ടത് n of x intersection y ആണ്. അപ്പോൾ അതെങ്ങനെ വരും? 17 plus 23 minus 38 is equal to 18 plus 23 എന്ന് പറഞ്ഞാൽ 40 minus 38 2 വരും. n of x intersection y എന്ന് പറയുന്നത് 2 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, in a school there are 20 teachers who teach mathematics or physics. Of these 12 teach mathematics, 12 teach physics. How many teach both the subjects? ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. There are 20 teachers who teach mathematics or physics. Mathematics or physics ടീച്ച് ചെയ്യുന്ന 20 ടീച്ചേഴ്സ് ഉണ്ട്. Mathematics or physics ടീച്ച് ചെയ്യുന്ന 20 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് മാത്തമാറ്റിക്സ് ടീച്ച് ചെയ്യുന്നവരുടെ സെറ്റിനെ എം എന്നും ഫിസിക്സ് ടീച്ച് ചെയ്യുന്നവരുടെ സെറ്റിനെ പി എന്നും വിളിക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ഫിസിക്സ് അപ്പം എന്താണ്? എൻ ഓഫ് എം യൂണിയൻ പി തന്നിട്ടുണ്ട്. എത്രയാണ്? 20. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഓഫ് ദീസ് 12 ടീച്ച് മാത്തമാറ്റിക്സ് ആൻഡ് 12 ടീച്ച് ഫിസിക്സ്. അപ്പം എൻ ഓഫ് എം എന്ന് പറയുന്നത് 12 എന്നും എൻ ഓഫ് പി എന്ന് പറയുന്നത് 12 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ടീച്ച് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. മാത്തമാറ്റിക്സും ഫിസിക്സും ടീച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ്. രണ്ടും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. n of m intersection p ആണ് കണ്ടുപിടിക്കുന്നത്. n of m intersection p ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ n of m union p is equal to n of m plus n of p minus n of m intersection p. അപ്പോൾ m union p എത്രയാണെന്ന് അറിയാം? എത്രയാ? 20 ഈക്വൽ ടു n ഓഫ് എം എന്ന് പറയുന്നത് 12, n ഓഫ് പി എന്ന് പറയുന്നത് 12 മൈനസ് n ഓഫ് എം ഇന്റർസെക്ഷൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ n ഓഫ് എം ഇന്റർസെക്ഷൻ പി ഈസ് ഈക്വൽ ടു വരും 12 പ്ലസ് 12 മൈനസ് 20 എന്ന് വരും. എത്രയാണ്? 24 മൈനസ് 20 ആൻസർ 4 വരും. അപ്പം എന്താണ്? മാത്തമാറ്റിക്സും ഫിസിക്സും ടീച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ടീച്ച് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. മാത്തമാറ്റിക്സ് ടീച്ച് ചെയ്യുന്നവരുടെ എണ്ണം 12ഉം ഫിസിക്സ് ടീച്ച് ചെയ്യുന്നവരുടെ എണ്ണം 12ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സബ്ജക്റ്റും ടീച്ച് ചെയ്യുന്നവരുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടിയത് 4 എന്നാണ്. അപ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഫുൾ കവറേജ് ചെയ്തു. ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയ ഓപ്പറേഷൻസ് ഓൺ സെറ്റും സെറ്റിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോസ് ഓഫ് സെറ്റ് ആയിരുന്നു. താങ്ക് യു ഓൾ.